രണ്ടാമത്തെ ദിവസമാണ്. ഇന്നാണെങ്കിൽ നല്ല മഴയുണ്ട് ഇവിടെ. അപ്പൊ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. ഇന്ന് ഇവിടെ മാക്സിമം കവർ ചെയ്യണം. കുട്ടികളൊക്കെ സ്കൂളിൽ പോണ ടൈമാണ്. അതുകൊണ്ട് റോഡൊക്കെ കുറച്ച് തിരക്കാണ്. പിന്നെ മഴയാണെങ്കിലോ നല്ല മഴ, റോഡൊക്കെ ഫുള്ളും വെള്ളാണ്. ഇന്ന് ആദ്യം ഞങ്ങൾ പോണത് അംബാനീസ് ഗ്രൂപ്പിന്റെ സ്കൂള് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് 1.5 മണിക്കൂറുണ്ട് അങ്ങോട്ട്. ഈ ബ്രിഡ്ജ് കയറി പോകുമ്പോ സൈഡിലൊക്കെ ദോബിക്കെട്ട് പോലെ ഒരുപാട് ചേരികൾ കാണാൻ പറ്റും. ലോകത്തിലെ ഏറ്റവും വലിയ ചേരിയൊക്കെ മുംബൈയിലാണ് ഉള്ളത്. അതാണ് ധാരാവി. നേരെ കാണുന്ന ബിൽഡിംഗ് ആണ് നിത മുകേഷ് അംബാനി ജൂനിയർ സ്കൂൾ. ഈ ലൊക്കേഷനിൽ ഉള്ളതൊക്കെ അംബാനീസ് ഗ്രൂപ്പിന്റെ പ്രോജക്റ്റുകളാണ്. ഈ വലത് സൈഡിൽ കാണുന്നതാണ് സെലിബ്രിറ്റീസിന്റെ സ്കൂൾ എന്നറിയപ്പെടുന്ന ധീരുഭായ് ഇന്റർനാഷണൽ സ്കൂൾ. പൃഥ്വിരാജിന്റെയും ഐശ്വര്യ റായിന്റെയും ഷാരൂഖ് ഖാന്റെ ഒക്കെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് പഠിക്കണത്. ഇത് അംബാനി സ്ക്വയർ ആണ്. ഇവിടെ അംബാനീസ് റിലേറ്റഡ് ആയ ഒരുപാട് ഓഫീസുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ടണലിലൂടെ മുംബൈ സിറ്റിയിലേക്ക് പോവാണ്. വലിയ ടണലിലാണ് ഇത്. ഇവിടെ ഒന്നും മഴയല്ല കേട്ടോ. ഇപ്പൊ ഏകദേശം ഉച്ചയാവാനിരിക്കണ്. ഇനി ഞങ്ങൾ പോണത് ഉമ്മച്ചിന്റെ കസിന്റെ ഓഫീസിലേക്കാണ്. ഇന്നലെ നൈറ്റിൽ കണ്ട ബിൽഡിങ്സ് ഒക്കെ ഇന്ന് വെളിച്ചത്തിൽ കാണുമ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എല്ലാത്തിലും ഒരു റോയൽ ഫീൽ ഉണ്ട്. ഈ ബിൽഡിങ്സ് ഒക്കെയാണ് രാത്രി പല ലൈറ്റ്സിലും കാണുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ഹൈസ്കൂളാണ്. ആ കാണുന്നതാണ് കേട്ടോ ബിഷിന്റെ കസിന്. അങ്ങനെ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഓഫീസൊക്കെ കയറി കണ്ടു. മെയിൻ ഏരിയ മാത്രം മുകളിലുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ അണ്ടർഗ്രൗണ്ടിലാണ്. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇപ്പൊ ഞങ്ങൾ ഒരു ടാക്സി വിളിച്ചിട്ടാണ് കേട്ടോ പോണത്. വണ്ടി എടുത്ത് പോയാല് പാർക്കിങ്ങിന് ഓടി സ്ഥലം കിട്ടൂല. അത്ര റഷാണ് റോഡൊക്കെ. ഫുഡ് കഴിക്കാൻ ഞങ്ങൾ വന്നത് ഷാലിമാർ ഹോട്ടലിലേക്കാണ്. അത്യാവശ്യം നല്ല നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണ് ഷാലിമാർ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. പക്ഷെ നല്ല സർവീസ് ആണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾക്കുള്ള ഫുഡ് വന്നു. ഒരു വെറൈറ്റി ചില്ലി ചിക്കനും മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പൊതുവെ ഇവിടുത്തെ ഫുഡൊക്കെ സ്പൈസി ആൻഡ് ഓയിലി ആണ്. പിന്നെ ഇവിടുന്ന് കണ്ടൊരു കാര്യം, അവിടെ ഫുഡ് കഴിക്കാൻ കയറിയാലും അവര് നമുക്കത് സെർവ് ചെയ്ത് തരും കേട്ടോ. കഴിച്ചു കഴിഞ്ഞാലാണെങ്കിൽ കൈ കഴിയാനുള്ള വെള്ളം കൊണ്ടുവരും. പിന്നെ ഷാഹി തുക്കടൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഈ റോഡിന്റെ പേരാണ് മുഹമ്മദ് അലി റോഡ്. അത്യാവശ്യം നല്ല തിരക്കില്ല, കൂടുതൽ മുസ്ലിംസ് ഇല്ല ഒരു സ്ട്രീറ്റ് ആണ് ഇത്. അതുപോലെ നല്ല ഫേമസ് ആണ് ഈ സ്ട്രീറ്റ്. ഇത് ഇവിടുത്തെ ഹജ്ജ് ഹൗസ് ആണ്. വേറൊരു ഹജ്ജ് ഹൗസ് കൂടി ഉണ്ട് കേട്ടോ ഇവിടെ. അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹജ്ജ് ഹൗസ്. ഇത് ഞങ്ങൾ പോണത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജ് ഹോട്ടലും കാണാനാണ്. പോണ വഴിയിലൊക്കെ ഒരുപാട് നല്ല കാഴ്ചകളും ഭംഗിയുള്ള ബിൽഡിങ്സും കാണാൻ പറ്റും. അപ്പൊ ടാക്സി ഇതുവരെ വരുള്ളൂ. ഇവിടെ നിന്ന് നടന്നു വേണം അങ്ങോട്ട് പോവാൻ. ഇവിടെ നല്ല റഷാണ് കേട്ടോ. ഇതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ.
പിന്നെ ഇത് താജ് ഹോട്ടലും. ഇവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ഇവിടെ തന്നെയാണ് മറൈൻ ഡ്രൈവും. പിന്നെ ഞങ്ങളെ കയ്യിലുള്ള വണ്ടിന്റെ അടുത്ത് ബാന്ദ്രയിലേക്കാണ് പോണത്. ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കടലിന്റെ അടിയിലൂടെയാണ്. അതെ, ഇന്ത്യയിലെ ആദ്യത്തെ കടലിന്റെ അടിയിലൂടെ ഉള്ള ടണലാണിത്. ഏകദേശം 2 കിലോമീറ്റർ ആണ് വെള്ളത്തിന്റെ അടിയിലൂടെ പോണത് കേട്ടോ. പിന്നെ കടലിൽ ആ കാണുന്നതാണ് ഹാജി അലി ദർഗ. ധനികനായ മുസ്ലിം വ്യാപാരി ഹാജി അലിയുടെ സ്മരണയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണത്. ഒരുപാട് ആളുകൾ അങ്ങോട്ട് വരുന്ന കാണാൻ കഴിയുണ്ടോ. ഇത് കഴിഞ്ഞ വീഡിയോയില് കണ്ട വേർലി ബാന്ദ്ര സീലിംഗ് ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങള് ബാന്ദ്രയിൽ എത്തിട്ടോ. ഇവിടെയാണ് ഷാറുഖ് ഖാന്റെ വീടുള്ളത്. നേരെ കാണുന്നത് ബീച്ചാണ് കേട്ടോ. ഈ ബീച്ച് സൈഡിലാണ് വീടുള്ളത്. ആ കാണുന്നതാണ് കേട്ടോ അദ്ദേഹത്തിന്റെ വീട്. പിന്നെ ബാന്ദ്രയിലെ സ്ട്രീറ്റിലൊക്കെ കുറച്ച് നടന്ന് പിന്നെ ഞങ്ങൾ പോയത് ഫെനിക്സ് പല്ലേഡിയം മാളിലേക്കാണ്. വലിയ ലക്ഷറി മാളാണ് കേട്ടോ ഇത്. ഇവിടെ ഉള്ളതൊക്കെ ഇന്റർനാഷണൽ ആൻഡ് ഇന്ത്യൻ ലക്ഷറി പ്രീമിയം ബ്രാൻഡുകളാണ്. ഞങ്ങൾ ഇവിടെ ഒക്കെ ചുറ്റി കണ്ടു കേട്ടോ. കാണാനും നല്ല അടിപൊളിയാണ് ഇവിടെ. മാളിന്റെ അടുത്ത് ചെറിയൊരു സ്ട്രീറ്റിലാണ് കേട്ടോ വന്നത്. ഇവിടുത്തെ ഈ കടയിൽ ഞങ്ങള് വൈറ്റ് സോസ് പാസ്ത പിന്നെ ഇവിടുത്തെ ഒരു ടൈപ്പ് പിസ്സ കേട്ടോ വാങ്ങിയത്. ഇനി ഞങ്ങള് റൂമിലേക്ക് പോവാണ്. കാരണം നാളെയാണ് നാട്ടിൽ പോണത്. അതുകൊണ്ട് നേരത്തെ ഉറങ്ങണം. കുറച്ചേരം അവിടെ ഇവിടേക്കൊക്കെ ഇറങ്ങി തിരിച്ച് റൂമിൽ പോകുമ്പോ ഒരു ഹോട്ടലിൽ കയറി. രാത്രി 12 മണി ആയിക്കണേ. ഇത് ഹോട്ടൽ മഹാരാഷ്ട്ര എന്ന റെസ്റ്റോറൻ്റ് ആണ്. അത്യാവശ്യം നല്ല ഹോട്ടലായിരുന്നു കേട്ടത്. അങ്ങനെ ആര് ഫുഡൊക്കെ കൊടുന്ന് സർവ് ചെയ്തു. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കേട്ടോ ഞങ്ങൾ കഴിച്ചത്. നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് കഴിച്ചതിന് നാരങ്ങട്ടേളം ചൂടുവെള്ളം വന്നിക്കണ്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. പിന്നെ ഞങ്ങൾ വേഗം റൂമിൽ പോയിട്ടോ. ഇനി അടുത്ത ദിവസം കാണാം. അങ്ങനെ രാവിലെ 11 മണിക്ക് ഞങ്ങള് ഫുൾ റെഡിയായി ഇറങ്ങിക്കണം കേട്ടോ. ഞങ്ങൾക്ക് പോവാനുള്ള വണ്ടി വന്നിക്കണ്. അങ്ങനെ അമ്മച്ചിന്റെ കസിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിട്ടോ. അങ്ങനെ എയർപോർട്ട് എത്താനായി. 3 മണിക്കാണ് നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ്. ഇവിടെ നോക്കി ഇൻഡിഗോ ഫ്ലൈറ്റ് ഉള്ളു കേട്ടോ കാലിക്കറ്റിക്ക്. ഇനി എയർപോർട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് കാണാം. പോരുന്ന വഴിയില് സുഡിയോയിലൊന്ന് കയറിയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിക്കണ്. ഇവിടുത്തെ എയർപോർട്ടില് ചെക്കിങ് ഭയങ്കര കൂടുതലാട്ടോ. ഓരോന്നും ഡീറ്റെയിൽ ആയി പരിശോധിക്കുന്നുണ്ട്. പിന്നെ ഫ്ലൈറ്റിൽ കയറാൻ ടൈം ആയപ്പോഴാണ് മുംബൈന്ന് പാക്ക് ചെയ്ത ഞങ്ങളെ ലഗേജില് ഒരു പവർ ബാങ്ക് സ്റ്റക്കായി പറഞ്ഞത്. പിന്നെ അതിനു വേണ്ടി കുറെ ഡിസ്കസ് ചെയ്ത് ലാസ്റ്റ് പാസഞ്ചർ ആയിട്ട് നമ്മളാട്ടോ കയറുന്നത്. ആ ലഗേജ് ഇതേ ഫ്ലൈറ്റില് നാളെ ഇനി വരാം. കുറച്ച് നേരത്തെ ചെക്ക് ഇൻ ചെയ്തിരുന്നെങ്കിൽ ഇന്നലെ കിട്ടിയായിരുന്നു. 3:15 ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവാണ് കേട്ടോ.
ഫൈനലി ഞങ്ങള് നാട്ടില് ലാൻഡ് ആയിട്ടോ. ഉമ്മച്ചിന്റെ ഫാമിലി ആയിട്ടോ ഞങ്ങൾ കൊണ്ടുവരാ. വീട്ടില് പോണ വഴിയില് ഞങ്ങളെല്ലാരും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. ആ റെസ്റ്റോറന്റിലുള്ള പാർക്കാണ് ഇത്. ഞങ്ങൾ കുറച്ചു നേരം അവിടെ കഴിച്ചു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഫോളോ ഫോർ മോർ വീഡിയോസ്. ബൈ.